കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ സന്ദേശങ്ങളിലൂടെ കേൾക്കുന്ന ഈ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ തിരുവചനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് യഹോവയായ ദൈവം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, കുറേ കാലം കഴിഞ്ഞിട്ട് കായിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായിനിലും അവൻ്റെ വഴിപാട് പ്രസാദിച്ചില്ല. ഇവിടെ യഹോവയായ ദൈവം ഹാബേലിൻ്റെ യാഗം പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹാബേൽ യാഗം കഴിക്കുന്നത് കണ്ട് നല്ല നന്മയാണ് എന്ന് കായിന് മനസ്സിലായിക്കൊണ്ട് അതുകൊണ്ട് അവന് കോപം ജ്വലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഹാബേലിനെ കൊല്ലുകയും ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ വീഴുകയും ആ വീഴുന്ന ആ ശബ്ദം അല്ലെങ്കിൽ ഹാബേലിൻ്റെ നിലവിളി യഹോവയായ ദൈവം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കായിനോട് യഹോവയായ ദൈവം ചോദിക്കുവാൻ ഇടയായി തീർന്ന് ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലവിധമാകുന്ന രീതിയിലുള്ളതായ പാപത്തിൻ്റെ നിലവിളികൾ ഇന്നും ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അനേക നിലവിളികൾ, ഈ ഭൂമിയിൽ നിന്ന് നിലവിളികൾ കർത്താവ് ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ നമ്മളോട് വിളിച്ചറിയിക്കുന്നത് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ്. ഈ നിലവിളി മാറിയാൽ മാത്രമേ ഒരു ജീവിതമുള്ളൂ. അതുകൊണ്ട് അനേകർ പാപം ചെയ്യുമ്പോൾ ഭൂമിയിൽ ആ രക്തം നിലവിളിക്കുമ്പോൾ യഹോവയായ ദൈവത്തോട് നാം മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിലവിളികളൊക്കെയും മാറുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് യഹോവയായ ദൈവത്തോട് നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പറയുന്നു, ഏറെ നാൾ കഴിഞ്ഞിട്ട് ഇസ്രായേൽ രാജാവ് മരിച്ച് ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ഇവിടെ മിസ്രയീമിൽ ഇസ്രായേൽ ജനം പലവിധമായ കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ അവിടെ നിലവിളി യഹോവയായ ദൈവം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യഹോവയായ ദൈവം നിലവിളി കേൾക്കുന്നത് കാര്യമുണ്ട്. അന്ന് ദേശം മൊത്തം അറിയപ്പെടുന്ന ഒരു രാജാവ്, ഒരു മന്ത്രിയായിരുന്നു യോസേഫ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം കഴിഞ്ഞ ശേഷം പുതിയൊരു രാജാവ് രാജാവ് അവിടെ വന്നപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പലവിധമായ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ഇന്നും നെടുവീർപ്പിടുമ്പോൾ ആ നിലവിളി കേൾക്കുന്ന സ്വർഗീയ പിതാവാ ദൈവമാണെങ്കിൽ നമ്മുടെയും നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവം.
ഇന്ന് നമ്മൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിലല്ല നമ്മൾ കടക്കുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു ചെന്നിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്വർഗീയ പിതാവാ ദൈവം നിലവിളി കേട്ട് മറുപടി തരുവാൻ തക്കവണ്ണം നമ്മുടെ തീരും. അതുകൊണ്ട് നെടുവീർപ്പ് ഇട്ടപ്പോൾ യഹോവയായ ദൈവം കേൾക്കുവാനിടയായി തീർന്ന് ഈ ദിനങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം ഇതിനെല്ലാം ഒരു പരിഹാരം തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. യെശയ്യാ പ്രവചനം 58:1 വായിക്കുന്നുണ്ട്, ഉറക്കെ നിലവിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിനും അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അറിയിക്കുക. അപ്പോൾ ഉറക്കെ നിലവിളിക്കണം. ദൈവസന്നിധിയിൽ ഇതിനൊക്കെയും ഒരു മാറ്റം ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവസന്നിധി നിലവിളിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വലിയവ ചെയ്യണമേ, ദേശത്ത് വലിയവ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാനിടയായി തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ദളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.